പ്രശ്നമുണ്ടോ? അതിന് പരിഹാരമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഇത്തവണത്തെ ഓണം എക്സാം ഉറപ്പായിട്ടും ടഫായിരിക്കും. അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാ, സ്കൂളിലെ ടീച്ചർമാർ പറയുന്നുണ്ട്, ട്യൂഷൻ എടുത്ത മാഷ്മാർ പറയുന്നുണ്ട്, യൂട്യൂബിലുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേന്ന്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത് ടഫാണെന്ന് ഇങ്ങനെ പറയുന്നത്? മാത്രമല്ല അതിന് പരിഹാരം എന്താണ്? സാറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യണോ? അല്ല, പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാലല്ലടാ ആ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്നല്ലേ. സോ പ്രശ്നങ്ങൾ നല്ലോണം പരിഹരിക്കുക, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, പോയിന്റ് നമ്പർ 1, നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നില്ലടാ. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ അല്പം തരും, തത്തമ്മയുടെ നിറം എന്ത്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി മഞ്ഞ, ഓപ്ഷൻ ഡി ചുണ്ടിൽ ചുവപ്പും ബാക്കി ഭാഗങ്ങളിലൊക്കെ എന്ത്? പച്ചയൊന്ന്. ഗൈസ്, ഏതാ ശരി? 1 ശരിയാണ്, 4 ശരിയാണ്. സോ മൾട്ടിപ്പിൾ ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 1-2 ഉത്തരങ്ങൾ ശരിയായിട്ട് വരുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത. ഇനി മറ്റൊന്നെന്താടാ? ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഓണം എക്സാമിന്റെ മാതൃകാ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയത്ത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ 4 മാർക്കിന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഇരിക്കുക. നിങ്ങൾക്ക് അറിയാം, ഫിസിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1ാമത്തെ പാഠവും പഠിക്കണം, 2ാമത്തെ പാഠവും നന്നായിട്ട് തന്നെ പഠിക്കണം. സോ നമ്മളൊക്കെ പഴയ കൊല്ലമൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? 4 മാർക്കിന് ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ അതിന് 4 മാർക്ക് 1ാമത്തെ പാഠം വരും. ഇവിടെ ഉണ്ടാവും ഓർ എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ പാഠം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് ഓർ ക്വസ്റ്റ്യൻ 2ഉം ഒരു പാഠത്തു നിന്നാണ്. അതായത് 4 മാർക്കിന്റെ ഒരു പ്രോബ്ലം ആ പാഠം നന്നായിട്ട് പഠിക്കാത്ത ഒരുത്തന് കിട്ടൂല. അല്ലാതെ ഇത് അറിയില്ലെങ്കിൽ അടുത്ത പാഠം നോക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഈ പാഠത്തിലില്ല. സോ ഗൈസ്, ഇതൊരു ട്രാപ്പാണ്. ഇനി 3ാമത്തെ വെല്ലുവിളി എന്താടാ? കൂടിയ ലെവലുള്ള ചോദ്യങ്ങൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. ടെക്സ്റ്റ് ബുക്ക് കറക്റ്റ് ഇങ്ങനെ വായിച്ചു പോയ ആൾക്കാർക്കൊന്നും അതേ രീതിയിൽ ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. കുറച്ചൊക്കെ ലെവൽ കൂട്ടിയ ചോദ്യങ്ങളുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞു പഠിക്കണം. ആ രീതിയിൽ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ കണ്ടന്നെ പഠിക്കണം. അങ്ങനത്തെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള കേവലം എക്സാമ്പിൾ വെച്ച് മാത്രമല്ല പഠിക്കേണ്ടത്. സോ ഗൈസ്, ഓണം എക്സാമിനെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പോയിന്റ് നമ്പർ 2, സ്കീം ഓഫ് വർക്ക്. ഇപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരു കുട്ടി മെസ്സേജ് ആണ്, സാറേ ഞങ്ങൾ എവിടെ ഒരു വീഡിയോ കണ്ടു, മാത്സിൽ 6ാമത്തെ പാഠം എക്സാമിന് ഉണ്ടാവുമെന്ന്. 6ാമത്തെ പാഠം സുധല ഉണ്ടാവും. അതേ മനസ്സിലാക്കും ഫിസിക്സ് 3ാമത്തെ പാഠം മുഴുവൻ പഠിക്കണോ? സോ ഏതുവരെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. ചില ആൾക്കാർ ഒരു ആവശ്യം ഇല്ലാണ്ട് ഇപ്പൊ മാത്സിൽ 6ാമത്തെ പാഠം ഫുള്ള് ഇരുന്ന് പഠിക്കും. ആ സമയത്ത് ആ 1ാമത്തെ പാഠം, സമാന്തര ശ്രേണികളുടെ പാഠം, 3ാമത്തെ പാഠം ഒന്ന് നോക്കാണ്ട് പോകും. അത് പൊട്ടത്തരാണ്. സോ എവിടേക്കാണ് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് എന്നറിയാതെ പഠിക്കുകയാണെങ്കിൽ അത് വെരി ബാഡ് വർക്കായിരിക്കും. സോ സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത്. സോ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ വിഷയത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി 3ാമത്തെ ഒരു പോയിന്റ് എന്താ? പുതിയ പാറ്റേൺ. ഞാൻ പറഞ്ഞില്ലേ, പാറ്റേൺ ആകെ മാറി. ഇവർക്ക് കഴിഞ്ഞ കൊല്ലം വന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യനേ വരുള്ളൂ എന്ന് പറയാൻ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒന്നും ഒരു റെഫറൻസ് ബാങ്ക് ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇല്ല. സോ ഗൈസ്, പുതിയ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. ആൻഡ് ഫൈനലി, ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും വല്ലാണ്ട് ഫുൾ ഗൈഡുകളൊന്നുമില്ല. പാർട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടില്ല. ചില ആൾക്കാർ വോളിയം 1, വോളിയം 2, വോളിയം 3 എന്നൊക്കെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഇറക്കുന്നുണ്ട്, ഗൈഡ് ഇറക്കുന്നുണ്ട്. സോ ഗൈസ്, എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഓണം ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ധാരണ കിട്ടുക. ഓ ഇങ്ങനെയൊക്കെയാണല്ലേ വരിക, ഇങ്ങനെയൊക്കെയാണില്ലേ അങ്ങനെ വരിക എന്നൊക്കെ രീതിയിലാണ് പല ആൾക്കാരും ഗൈഡുകൾ വരെ ഇറക്കിയത്. പല ഗൈഡുകളും എന്തല്ലടാ, കംപ്ലീറ്റ് അല്ല. സോ ഗൈസ്, എന്താ മക്കളെ സൊല്യൂഷൻ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എജുപോർട്ടിന്റെ റിസോഴ്സ് ടീം, എജുപോർട്ട് അങ്ങനെ തന്നെ ഒരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എജുപോർട്ടിന്റെ റിസോഴ്സ് ടീം ഓരോ പാഠത്തും വരാൻ ചാൻസ് ഉള്ള മിനിമം ലോ ലെവൽ ക്വസ്റ്റ്യൻ, ആവറേജ് ക്വസ്റ്റ്യൻസ്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, നിങ്ങളെ ഹയർ ഓർഡർ തിങ്കിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോ പാഠത്തിനെയും വിവിധ രീതിയിലായിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഓരോ ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇനി എവിടെ ഡിസ്കസ് ചെയ്യടാ? നമ്മൾ എജുപോർട്ടിന്റെ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യും. സോ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ അക്കമിട്ട് മറുപടി തരുന്ന ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രി 7 മണിക്കല്ല, ഇന്ന് രാത്രി 7:30. സോ ഗൈസ്, എല്ലാവരും ഇന്ന് രാത്രി 7:30 നമ്മുടെ ലൈവിൽ അങ്ങോട്ട് വരിക. ആ സ്റ്റഡി പ്ലാൻ അങ്ങോട്ട് കാണാൻ. ഞങ്ങൾ ആകെ നിങ്ങളുടെ പ്രതീക്ഷ എന്താ? പഠിക്കാനുള്ള ഒരു മനസ്സ്. ഇതുവരെ ഒന്നും പഠിക്കാത്താണോ? നോ പ്രോബ്ലം. നിങ്ങൾ ഇതുവരെ 1ാമത്തെ പാഠം അറിയില്ല, 2ാമത്തെ പാഠം അറിയില്ല, പൊന്നുമക്കളെ, ഇന്ന് മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സുണ്ടോ? ഞങ്ങൾ പറഞ്ഞ കേൾക്കാൻ മനസ്സിലുണ്ടോ? ഞങ്ങൾ പറഞ്ഞുതരും. ഈ രീതി ഫോളോ ചെയ്താൽ കിട്ടും, A+ ഉറപ്പായിട്ടും കിട്ടും. സോ ഗൈസ്, ആ ലൈവിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എജുപോർട്ടിന്റെ ലൈവിൽ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മൾ തൂഫാനാക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ നോട്ടുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എജുപോർട്ടിന്റെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിന്റെ ലിങ്കും താഴെ ഉണ്ടായിരിക്കും. സോ ഗൈസ്, മറക്കണ്ട, ഇന്ന് രാത്രിക്കത്തെ ലൈവ് എത്രയും പെട്ടെന്ന് പോകുന്നു, ലൈക്ക് അടിക്കുന്നു, പോയി സ്റ്റാറ്റസ് ഇടുന്നു, പവർ കാണിക്കുന്നു. ഇത്തവണ ഓണം എക്സാം നമ്മൾ തൂക്കും. നിങ്ങൾ ഏത് ലെവലിൽ പഠിച്ച ആൾക്കാരാണെങ്കിലും നമ്മൾ തൂക്കും. ബൈ, സീ യു ദെൻ.